ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, ഹാപ്പി സൺഡേ. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലൊരു സൺഡേയിലാട്ടോ നമ്മൾ യൂട്യൂബിൽ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞായറാഴ്ച ചന്തയിൽ പോകുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ മറ്റൊരു ഞായറാഴ്ച സെയിം ചന്തയിൽ പോകുന്നൊരു വീഡിയോ. ഇന്ന് ഞാൻ അത്യാവശ്യം ഒട്ടും ഓക്കെ അല്ലാതിരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഓക്കെ എടുക്കണം, അതായത് എൻ്റെ മൂഡ് ഓഫും പ്രശ്നങ്ങളൊക്കെ മാറ്റി എന്നെ ഒന്ന് ഹാപ്പി ആക്കി എടുക്കണം. ഇന്ന് അത് മാത്രമാണ് ഒരു ലക്ഷ്യം. അപ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണയുടെയൊക്കെ അവസ്ഥ ഇതാട്ടോ. ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയല്ലേ, തലയിൽ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ചെയ്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്ന് നിൽക്കുകയാണ്. എൻ്റെ മുഖത്തൊരു വോൾട്ടേജ് കുറവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത് വോൾട്ടേജ് ഉള്ള ഫേസാക്കി എനിക്ക് എടുക്കണം. അപ്പോൾ അതിനുള്ള യാത്രയിലാണ് കേട്ടോ. അതിനുള്ള യാത്ര ദേ ഇവിടെ തുടങ്ങുവാണേ. അങ്ങനെ നമ്മുടെ ഒരേ ഒരു നൻപത്തിയുടെ സ്കൂട്ടിയുടെ പുറകെ കയറിയിരുന്ന് യാത്ര തുടങ്ങി. നേരെ ചന്തയിലോട്ടാട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള കഴുതുരുട്ടി ചന്തയിലോട്ടാണ് ഈ യാത്ര. അപ്പോൾ കഴുതുരുട്ടി ചന്തയിലെത്തി. ഇത് ചന്തയല്ല, കൊടുത്ത മൊബൈൽ ഇതുവരെ ശരിയാക്കി തരാത്തതിൻ്റെ പേര് കടയിലെ ചെക്കനെ കയറി ചീത്തയും വിളിച്ചിട്ട് വരും കേട്ടോ. കൂട്ടുകാരി, ഈ റെയിൽവേ ക്രോസിങ് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ? ഇതാണ് സ്ഥിരം ഞാൻ വ്ളോഗ് എടുക്കുന്ന എൻ്റെ സ്വന്തം റെയിൽവേ ട്രാക്ക്. അതായത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലേ, ആ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന് ചന്തയിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടിട്ടോ. ആര്യങ്കാവ് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂടെ നടന്നു വന്ന അലവലാതിയുടെ കൂട്ടുകാരിയാട്ടോ ഈ നിൽക്കുന്ന ചേച്ചി. ചേച്ചിയോട് 2 കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീഫ് സ്റ്റോളിലോട്ടാണ് പോയേട്ടോ. അപ്പോൾ എൻ്റെ ഒരേ ഒരു നൻപി ആട്ടോ ഈ കൂടെ ഉള്ളത്, അത് പറയാൻ മറന്നുപോയി. അതങ്ങനെയാണല്ലോ, അങ്ങനെ വരൂ. ഈ ഒരേ ഒരു അലവലാതി ഞാനും കൂടെ ഒരുമിച്ചാട്ടോ എല്ലായിടത്തും പോകാറുള്ളേ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ചന്തയിൽ പോകുന്നത്. അപ്പോൾ എങ്ങാനും ഇവള് തനിച്ചോ അല്ലെങ്കിൽ ഞാൻ തനിച്ചോ ചന്തയിൽ പോകുന്ന ദിവസം കയറുന്ന ഓട്ടോറിക്ഷയിലെ ചേട്ടൻ തൊട്ട് പച്ചക്കറി, ചിക്കൻ, ബീഫ്, പലചരക്ക് കട, കപ്പ വിൽക്കുന്ന കട എന്ന് വേണ്ട വഴിയെ കാണുന്ന സകലമാന പേരും ഞങ്ങളുടെ അടുത്ത് 2 പേരത്തും ചോദിക്കാൻ തുടങ്ങും, മറ്റേ ആൾ വന്നില്ലേ എന്ന്. അപ്പോൾ ആ പരാതിയും ചോദ്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കഴുതുരുട്ടി ചന്തയിലോട്ട് ഇറങ്ങിയേക്കുക ഒരുമിച്ച്. യൂട്യൂബിലിട്ട് വൈറലാക്കാനാണോ? എന്നെങ്കിൽ പിന്നെ ഞാൻ ഈ പണിക്കൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ലോ 11 ക്യാമറ എടുത്തുനിന്ന് ഓടി മാഞ്ഞു കേട്ടോ. ഒരു കുരങ്ങ് പോയാലെന്താ, മറ്റൊരു കുരങ്ങിനെ പെട്ടെന്ന് പിടിച്ചേർത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പറഞ്ഞ കുരങ്ങ് എൻ്റെ അനിയനാട്ടോ. അവൻ ഈ ക്യാമറ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ആകപ്പാടെ ഒരു വൈക്ലഭ്യമാ, ഓടിപ്പോയി. ഇക്കണ്ട പലഹാരങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കുന്നതല്ലാതെ ഇതിലൊരൈറ്റം പോലും ഞാനോ ഈ നിൽക്കുന്നോളോ വാങ്ങാറേ ഇല്ല. കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരമുള്ളതാ ദേ ഇതിങ്ങനെ നിന്ന് 2 പരദൂഷണം നാട്ടുകാരെക്കുറിച്ച്. ഇല്ലെങ്കിൽ ഒരു സമാധാനം വരില്ല. നല്ല അന്തസ്സായിട്ട് നിന്ന് പറയുക, വളരെ സീരിയസ് ആയിട്ട്. പരദൂഷണം എന്ന് വെച്ചാൽ പച്ച പരദൂഷണം. കുറച്ച് പരദൂഷണമൊക്കെ ആവാല്ലേ, സൺഡേ അല്ലേ. എന്തായാലും ചിക്കൻ സ്റ്റാളിൽ തിരക്കാം. പരദൂഷണം പറഞ്ഞ് ഇവിടെ അങ്ങ് നിൽക്കാം, സമയം പോകുന്ന അറിയില്ലല്ലോ. എല്ലാത്തിനുമുള്ള ആരോഗ്യം ഈ ശരീരത്തുണ്ട്, പക്ഷേ ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ നൈസിന് പോയി അവിടെ ഒരു കസേര എടുത്തിട്ട് ഇരിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് നിൽക്കാൻ ഇഷ്ടമില്ലയെന്ന് ചിക്കൻ കടയിലെ മാമൻ അറിയാൻ തോന്നുന്നു. പുള്ളിക്കാരൻ ഒരു 2-3 ആഴ്ച കൊണ്ട് സ്ഥിരമായിട്ട് അവിടെ 2 കസേര ഇട്ടേക്കും. ഞങ്ങളെപ്പോലുള്ളവർക്ക് വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ട് പോകാനാണെന്നാണ് എൻ്റെ ഒരിത്. ഞാൻ എന്തോ ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോഴും ഞാൻ ചിന്തിക്കുവാണ് അപ്പോഴെന്താണ് ഞാൻ ചിന്തിച്ചതെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന്? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നാസയുടെ അടുത്ത റോക്കറ്റ് വിക്ഷേപണത്തെക്കുറിച്ചോ ആഗോളതാപനത്തെക്കുറിച്ചോ എന്തിനെയോ പറ്റിയോ ചിന്തിക്കുന്ന പോലെ ഉള്ള ആ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നോ ഗൈസ്? ചിക്കൻ കിട്ടാൻ താമസിക്കുന്ന എന്താണെന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഇപ്പോഴും നിങ്ങൾ കണ്ടോ എൻ്റെ ഫേസിൽ എന്തോ ഞാനല്ലാത്ത വേറെ ആരുടെയോ ഫേസ് പോലെ എനിക്ക് തോന്നുന്നു.
വൺ എറ്റേണിറ്റി ലേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾക്ക് ചിക്കൻ കിട്ടി. അതുമായിട്ട് അടുത്തിനി വീണ്ടും പച്ചക്കറി കടയിലോട്ട് പോവാം. പൂക്കട കണ്ടപ്പം എന്തോ ഒരു ചായ അങ്ങോട്ട് വന്നെങ്കിലും അത് പിച്ചിപ്പൂ അല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നേരെ നടന്നു. ഇവിടെ നിന്നി ഒരു സാധനം കൂടെ നമുക്ക് വാങ്ങാനുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് നമുക്ക് പോകാം വീട്ടിലേക്ക്. അങ്ങനെ കംപ്ലീറ്റ് പച്ചക്കറികളും വാങ്ങി കേട്ടോ. മറന്നുപോയ ഐറ്റംസൊക്കെ വാങ്ങി ഫില്ല് ചെയ്തിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനി അടുത്തത് എന്താണ്? ഇവിടെ എവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പുണ്ട്. അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഈ ഞായറാഴ്ച ചന്തയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ ആ ഒരു ദിവസം അവിടെ വെച്ച് നമുക്ക് കാണാനും മിണ്ടാനും ഒക്കെ പറ്റും. അത് പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ക്യാമറാമാനെ കുറിച്ച്. ഇത് എൻ്റെ ഒരേ ഒരു ബെസ്റ്റി വിനിയാണ് കേട്ടോ. വിനി എൻ്റെ നല്ലതിനും ചീത്തയ്ക്കും എൻ്റെ കൊള്ളരുതായ്മയ്ക്കും ഞാൻ കാണിക്കുന്ന അഹങ്കാരത്തിനും, പ്രത്യേകിച്ച് എടുത്തു പറയണം, ഞാൻ കാണിക്കുന്ന സകലമാന അഹങ്കാരത്തിനും കൂട്ടു നിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു വ്യക്തി, അങ്ങനെ വേണം പറയാൻ. കൊള്ളരുതായ്മയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ. എന്ത് കാര്യം കാണിച്ചിട്ട് വാശി പിടിച്ചാലും അമ്മയുടെ കൂട്ടാ. അതായത് എൻ്റെ അമ്മ അതെനിക്ക് എങ്ങനെ സാധിച്ചു തരുമോ അതുപോലാണ്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കാറുണ്ട്. അവൾ ഞാനും ഒരേ ഏജാണ്, ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ്. ഒരു 10-22 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പഴക്കവും ഉണ്ട്. എന്നാലും അവൾക്ക് ഞാനിപ്പോഴും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ, കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുന്ന പോലെ. അതായത് ഒരു ക്ലാസ്മേറ്റും മറ്റൊരു ക്ലാസ്മേറ്റും ഒരുമിച്ച് നടന്ന വൈബൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഒരു കൊച്ചു കുട്ടിയെ കെയർ ചെയ്യുന്ന പോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കാൻ എല്ലാ ഫ്രണ്ട്സിനും ഒന്നും പറ്റില്ല കേട്ടോ. അതിന് ഇവള് മിടുക്കിയാണ്. ഇവൾ ഈ കാണിക്കുന്ന സ്നേഹവും കെയറിങ്ങും ഒക്കെ പലപ്പോഴും ഞാൻ തന്നെ കണ്ണു വെച്ചിട്ടുണ്ട്. കണ്ണു വെച്ച് പോകും. അതാണിവള്. വീണു പോയ ഒരു 100,000 അവസരങ്ങളിൽ ഷോൾഡർ തന്ന് കൂടെ നിന്നൊരാളാട്ടോ. എന്നും കടപ്പാട് മാത്രമാണ് അവളോട് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം ഞങ്ങളുടെ ഫാമിലി തന്നെ ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട്ഷിപ്പ് അത്ര ശരിയുള്ള ഫ്രണ്ട്ഷിപ്പല്ല. ഇത് ഒരുപാട് ഓവറാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ഇത്രയ്ക്ക് ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളുടെ ഫാമിലി തന്നെ ഉണ്ട്. എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങാൻ ഷോപ്പിൽ കയറിയതല്ലേ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്താണെന്ന് ഓർത്ത് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്? ഞങ്ങൾ ആദ്യം വെറുതെ ഒന്ന് പറഞ്ഞു, ഹെൽത്തി കൊടുക്കാനാ, പഞ്ചായത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. യൂട്യൂബ് ചാനലിൽ ഇടാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഫോൺ എടുത്തിട്ട് ചോദിച്ചു ഏതാ അക്കൗണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അക്കൗണ്ട് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാണല്ലോ അവരുടെ ഫോൺ വാങ്ങി ചാനലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും ആ കർമ്മം നല്ലപോലെ ഞാനവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ചേട്ടനോട് പറയുകയാണ്, ഒരാഴ്ച ആയുള്ളൂ കേട്ടോ ചാനൽ തുടങ്ങിയിട്ട്. അവർ വലിയ പ്രതീക്ഷയോടെ നമ്മുടെ ചാനലിൽ കയറി നോക്കാൻ പാടില്ലല്ലോ. ഈ ആപ്പിളൊക്കെ മഞ്ഞ് വീണ ഇന്ത്യൻ ആപ്പിളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആ ചേട്ടൻ നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോൾ എല്ലാ സൺഡേയും ഇവളുടെ എൻ്റെയും ഒരു മെയിൻ പരിപാടിയാണ് റിലാക്സ് ആയിട്ട് വന്ന് കടുപ്പത്തിൽ മധുരം കൂട്ടി 2 ചായ വാങ്ങി അവിടെ ഇരുന്ന് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നും അത് തന്നെ. സാധനം വാങ്ങിയതൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ദേ ഞങ്ങൾ ചായക്കട വന്നു കേട്ടോ ചായ കുടിക്കാൻ. ചായ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. ബേക്കറി കയറി ചായയുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ഇത്തായിക്കും അപ്പം കാണണം ഏതാ യൂട്യൂബ് അക്കൗണ്ടെന്നുള്ളത്. അക്കൗണ്ട് ചോദിച്ചാൽ നമ്മളത് വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ചെയ്യണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോൾ ആ കൃത്യനിർവഹണം ഭംഗിയായി എഗെയിൻ ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ നൻപത്തിയും കൂടെ കടുപ്പത്തിൽ മധുരം കൂട്ടി ചായയും ഉഴുന്നുവടയും കഴിക്കുകയാണ് കേട്ടോ.
ഈ ഉഴുന്നുവടയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ. ഈ ഉഴുന്നുവട ഇവള് വന്ന് ആ ഷോപ്പിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഓയിലാണ്, മുഖം മൊത്തവും മുഖക്കുരു വരും, നീ കഴിച്ചോ, ഇനി എങ്ങാനും എനിക്ക് കഴിക്കാൻ തോന്നുവാണെങ്കിൽ അതിൽ നിന്നൊരു ശകലം പിച്ചി നുള്ളി ഞാൻ തിന്നോളാം എന്ന് പറയുന്നുണ്ടേ. പക്ഷേ ഇവള് മുമ്പിൽ നിന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ അവസാനം അവൾക്ക് ഇച്ചിരി പിച്ചി കൊടുത്തിട്ട് ബാക്കി ഭൂരിപക്ഷം ഭാഗവും ഞാൻ കഴിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. തിരിച്ച് അതേ റെയിൽവേ ക്രോസിൽ കൂടെ ഞങ്ങൾ ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതിൻ്റെ അതർ സൈഡ് വഴിയുണ്ട്, റോഡുണ്ട്, വണ്ടി കിട്ടുന്ന വഴിയുണ്ട്. പക്ഷേ പണ്ട് തൊട്ടേ ഇവള് ഞാനും മതിൽ ചാടി ശീലിച്ചുകൊണ്ടാണോന്നറിയില്ല, ഞങ്ങൾക്ക് ഇതുവഴി ഇങ്ങനെ ചാടിത്തുള്ളി തന്നെ വീട്ടിൽ വരണം, എന്നാലേ സമാധാനമാവുള്ളൂ. അപ്പുറത്തെ നേർവഴി കൂടെ വന്ന് ശീലമില്ല രണ്ടാൾക്കും. ഇത് അവളുടെ സഞ്ചി കേട്ടോ. ആള് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എടുത്തോണ്ട് നടക്കുകയാണ്. പക്ഷേ എന്നെ കൊണ്ട് എടുക്കാൻ കെപ്പില്ലെന്നും പറഞ്ഞ് അവൾ കളിയാക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ആ ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇന്നത്തെ സൺഡേ പർച്ചേസിങ് കഴിഞ്ഞു. എൻ്റെ ബിഗ് ഷോപ്പറിൽ വളരെ കുറച്ച് സാധനവും അതിൻ്റെ ഒരു 3 ഇരട്ടി സാധനം അവളുടെ ബിഗ് ഷോപ്പറിലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈസിയും കൂളുമായിട്ട് നടന്നു പോകുന്നത് സാധനങ്ങൾ കുറവാണ്, വെയിറ്റും ഇല്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ദാ ഈ 2 മാങ്ങ, 2 മുരിങ്ങയ്ക്ക, ഇത്രയും ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ചിക്കനും കുറച്ച് ബീഫുമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പിന്നെ അവൾ വാങ്ങിയ കപ്പയെന്ന് ദേ ഈ കുഞ്ഞ് 2 പീസ് കപ്പ. അതെല്ലാ ആഴ്ചയും അങ്ങനെ കേട്ടോ, ഞാൻ കപ്പ തനിച്ച് വാങ്ങാറില്ല. അവൾ വാങ്ങുന്നതിൽ നിന്ന് 1-2 കുഞ്ഞ് പീസ് ഞാൻ പിറക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് അവിടെ ആദായ വിൽപ്പനയായിട്ട് വിറ്റുകൊണ്ടിരുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എന്നാലും ഞങ്ങൾ കണ്ടപ്പോൾ വാങ്ങി. അതാണല്ലോ ഒരു നാട്ടുനടപ്പ്. ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പം മലയാളിക്ക് അല്ലേലും ഉള്ളതല്ലേ ഈ അസുഖം. ഇത് ഈ ആഴ്ച ഫുൾ ഓടിക്കാനുള്ള ചിക്കനും ബീഫും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന മാങ്ങ കട്ട് ചെയ്ത് മുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ല അന്തസ്സായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. വിശന്ന് അടപ്പിളവിയിരുന്ന എനിക്ക് മാങ്ങ കഴിച്ചിട്ട് എന്താവാൻ. അവസാനം ചോറ് വെന്തതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവൻ നേരെ വീണത്. സത്യമാട്ടോ, ജീവൻ നേരെ വീണത് ഈ ചോറകത്തായതിന് ശേഷമാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൻ്റെ തൊട്ട് മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതെന്നാൽ പിന്നെ ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വ്ളോഗാക്കി പോസ്റ്റ് ചെയ്യാം, എനിക്കൊക്കെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയതാട്ടോ. അതെന്തായാലും ഈ വീഡിയോയിൽ സ്പേസിൽ അടുത്ത വീഡിയോയിൽ